ഹായ്. അങ്ങനെ ഞാൻ കണ്ട യൂറോപ്പ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഏജൻസി ടിക്കറ്റ് എടുത്തു തന്ന പ്രകാരം ആദ്യത്തെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂർ വരെ ഞാൻ നൈറ്റ് സർവീസ് ബസ്സിലാണ് വന്നത്. അതിനുശേഷം ബാംഗ്ലൂർ ഓഫീസിൽ പോയി ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം 22-ാം തീയതി വൈകിട്ട്, ജാനുവരി 22-ാം തീയതി വൈകിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കയറി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരു 12 മണിക്കൂർ വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ വെളുപ്പിനാണ് ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ കയറുന്നത്. അവിടെ നിന്ന് ഇസ്താംബുളിൽ നിന്ന് ബുദാപെസ്റ്റ്, ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റിലേക്കായിരുന്നു. നമ്മൾ ഇസ്താംബുളിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം കാണുന്ന വീഡിയോസാണത്. അവിടെ നമുക്ക് റിമോട്ട് ബേയിലാണ് വന്ന് ഇറങ്ങാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ബസ്സിൽ കയറി ടെർമിനലിൽ എത്തിയതിന് ശേഷം ടെർമിനലിൽ നമ്മളിങ്ങനെ 3 പേരും കൂടെ നടന്ന് നീങ്ങി എയർപോർട്ടിനകം മൊത്തം ചുറ്റിക്കണ്ടു. വലിയൊരു എയർപോർട്ടാണ്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചതിന് ശേഷം ഒരു ജനലിന് അരികത്തുള്ള ഒരു ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നൊരു സീറ്റ് നമ്മൾ 3 പേരും പിടിച്ചു. അതിൽ ചാരി കിടന്നുകൊണ്ട് ആകാശ കാഴ്ചകളും എയർപോർട്ടിനകത്തുള്ള കാഴ്ചകളും എല്ലാം കണ്ടു. ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ചെറുതായിട്ട് മയങ്ങി. കുറച്ച് ആകാശ കാഴ്ചകളും ഫ്ലൈറ്റുകളും ഒക്കെ കണ്ടു ഇറങ്ങി. അപ്പോൾ നമ്മളെ കൂടെയുള്ള വീരമണിയാണ് കുറച്ച് വീഡിയോസ്, ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അത് പ്രകാരം പുള്ളിയുടെ ഇഷ്ടത്തിലേക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ നടന്ന്, ഇത് ഇസ്താംബുൾ എയർപോർട്ടിനകത്തുള്ള കാഴ്ചയാണ്. ഡ്യൂട്ടി ഫ്രീയും മറ്റ് ഷോപ്പുകളൊക്കെ ആയിട്ട് ബോർഡിങ് തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ വന്ന ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നത്, 2 ഫ്ലൈറ്റിൽ. മൂന്നാമത് കയറുന്നത് നമ്മൾ ടർക്കിഷ് എയർലൈൻസിലാണ്. നമ്മൾ വന്ന ഇൻഡിഗോ കണക്കല്ല, നല്ല ഫ്ലൈറ്റും ഫ്രണ്ടിൽ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു സിനിമ കണ്ടു തുടങ്ങി, പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പകുതി ആയപ്പോഴത്തേക്കും ബുദാപെസ്റ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ നമ്മളെ കമ്പനി കോർഡിനേറ്റർ ഗബ്രിയിൽ വന്നു. നമ്മുടെ നേരെ അക്കോമഡേഷനിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. രാത്രി ഒരു 12 മണിക്ക് മുമ്പായി നമ്മൾ അക്കോമഡേഷനിലെത്തി. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.